സർ ആക്ച്വലി ആസ് എ മെന്റർ ഞാൻ ഒരു കൗൺസിലിങ്ങിന്റെ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമ്മുടെ ക്ലയൻസ് ആയിട്ട് വരുന്നവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് അവർക്കുള്ളൊരു ഡൗട്ടാണ് റെഗുലർ, ഓൺലൈൻ, അതുപോലെ ഡിസ്റ്റൻസ്, ഇത് മൂന്നും സെയിം ആണോ, എന്താണ് അതിന്റെ വ്യത്യാസം വരുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെയിൻ ചലഞ്ച് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? 2018 ബിഫോർ നമുക്ക് രണ്ട് സ്റ്റഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓക്കെ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റെഗുലർ എഡ്യൂക്കേഷൻ. ഓക്കെ, രണ്ടും രണ്ട് മോഡ് ഓഫ് സ്റ്റഡീസ് ആണ്. 2018 ആഫ്റ്റർ ആണ് ഈ പറയുന്ന ഓൺലൈൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസിനെ ഡിസൈൻ ചെയ്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. 2020 ആഫ്റ്റർ ഒരു കോവിഡിന്റെ ഒക്കെ റീസൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചലിക്കാൻ തുടങ്ങി. ഇന്നൊരു 30 lakh, മോർ ദാൻ 30 lakh സ്റ്റുഡൻസോളം ഇന്ത്യയിൽ ഓൺലൈൻ മോഡ് ഓഫ് സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പം ദിസ് ഓൾ തിങ്സ് ഇസ് ആക്ച്വലി കമ്മിങ് വൺ നമ്പറിലാണ്. One is regular, that is one mode of studies, and distance, that is other mode of studies, and online, that is other mode of studies. ഇത് മൂന്ന് രീതിയിലാണ് വരുന്നുള്ളത്. അങ്ങനെ വരുമ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ലേണിംഗ് പ്രോഗ്രാം ആണ്. മോസ്റ്റ്ലി കോൺടാക്ട് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നല്ലാതെ അത് അത്രത്തോളം എഫക്റ്റീവ് ആവുന്നില്ല. തിയററ്റിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി നേരെ മറിച്ച് ഓൺലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓൺലൈൻ. അതായത് നമ്മൾ റെഗുലറിൽ എങ്ങനെയാണോ ലേൺ ചെയ്യുന്നത്, സെയിം തിങ് വി ആർ ആക്ച്വലി ലേണിംഗ് ഫ്രം ഓൺലൈൻ. ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് മനസ്സിലാവുന്നുള്ളത് ഒരു ആഫ്റ്റർ 3-4 years ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ മേ ബി നീക്കിക്കളയാം. UGC, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. പിന്നെ എക്സിസ്റ്റിംഗിൽ റെഗുലർ ആൻഡ് ഓൺലൈൻ ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഇതിൽ ഓൺലൈൻ എന്ന് പറയുന്നത് എൻ്റയർലി വർക്കിംഗ് പ്രൊഫഷണൽസിനെ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അത്രത്തോളം അത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിന് എല്ലാ രീതിയിലും സ്യൂട്ട് ആവുന്നത് കാണാറുണ്ട്. ഫ്രഷേഴ്സിന് പാടില്ല എന്നുള്ളതല്ല, അങ്ങനെയും അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിപ്പം കാണുന്നുള്ളത് ഓൺലൈൻ മോഡ് ഓഫ് സ്റ്റഡീസ്. കാരണം റെഗുലർ നമുക്ക് മനസ്സിലാക്കാം ഒരു എൻഡ് ഓഫ് ദ ഡേ എക്സാമിനേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിഷയമാണ് വരുന്നുള്ളത് അല്ലെ. വിദ്യാഭ്യാസം, അതായത് വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ് പറയുന്നുള്ളത്. വിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ അഭ്യസിക്കാൻ പഠിപ്പിക്കുന്നുള്ളത് എന്ന് വെച്ചാൽ നോർമൽ ടയർ 2, ടയർ 3 കോളേജസിൽ അഭ്യസിക്കാൻ പഠിപ്പിക്കുന്നുള്ളത് എങ്ങനെ എക്സാമിനേഷൻ പാസ്സാവുക, എങ്ങനെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടലി ഈ പറയുന്ന കോളേജിൽ നിന്നും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്സ്ട്രാ മോഡ് ഓഫ് ഒരു ഐഡിയ ആഫ്റ്റർ ദ സ്റ്റഡീസ് കിട്ടുന്നില്ല. പക്ഷെ ഓൺലൈനിലേക്ക് വരുമ്പോൾ അപ്ഡേറ്റഡ് ആണ് സിലബസും, അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് ക്ലിയർ ആയിട്ട്, ഐ മീൻ ഓൺലൈൻ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ എങ്കിൽ സിലബസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. എന്നാൽ കൂടി നമ്മളുടെ ക്ലയൻസിൽ ഉള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്, അതായത് റെഗുലറും ഓൺലൈനും ഏകദേശം സിമിലർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അത് ഫ്യൂച്ചറിലേക്ക് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഒരു വർക്കിനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി മെൻഷൻ ചെയ്തു, ആഫ്റ്റർ 2020 ആണ് ഇതൊന്ന് ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. സോ അങ്ങനെ കണക്കൂട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ 21, 22, 23 ആദ്യത്തെ കുട്ടികൾ പാസ് ഔട്ട് ആവുന്ന 23-ലാണ്, 24. അപ്പം അതിന്റെ റിപ്പോർട്ട് പ്രകാരം 22-ൽ UGC ഇറക്കിയിട്ടുള്ളത്, 22, 23-ൽ UGC ഇറക്കിയിട്ടുള്ള നോംസ് എന്ന് പറയുന്നത് 17 lakhs പീപ്പിൾ ആർ ഓൾറെഡി ഡൺ ഇൻ ഓൺലൈൻ ഡിഗ്രി ഓർ ഓൺലൈൻ PG ഇൻ ഇന്ത്യ എന്നുള്ളതാണ് UGC മെൻഷൻ ചെയ്തിട്ടുള്ളത്. 2024 വാട്ട് വി ആർ എക്സ്പെക്ടിങ് മോർ ദാൻ 40 lakh ഓൾ ഓവർ ഇൻ ഇന്ത്യ. അപ്പം ഇത് ആക്ച്വലി മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പൊ അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള IBM ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ആമസോൺ ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കമ്പനീസും അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്റ്റൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നില്ല മുമ്പ് തന്നെ. പക്ഷെ ഓൺലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു വർക്കിംഗ് പ്രൊഫഷണലിന് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസ് ഒക്കെ ഇത് അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ പ്രസന്റ് ഇത്ര വലിയൊരു അവയർനെസ് ആളുകൾക്ക് ഇല്ല. ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ സെപ്പറേറ്റ് ആണെന്നുള്ള അവയർനെസ് ഇല്ല. അപ്പം ഈ പറയുന്ന ഡിസ്റ്റൻസ് ഒരിക്കലും റെഗുലറിന് ഈക്വൽ ആവത്തില്ല. കാരണം നമ്മൾ സെൽഫ് ലേൺ ചെയ്യാണ്. ഒരു കമ്പനിയുടെ മുമ്പിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെൽഫ് ജേൺ ചെയ്ത ഒരാളാണ്. നമുക്കൊരു എക്സ്പെർട്ടിന്റെ അടുത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള നോളജും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ റെഗുലറിനെ പോലെ തന്നെ ഏറ്റവും നല്ല ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളജ് കളക്ട് ചെയ്ത് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികളൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം വാല്യൂ എന്ന് പറയുന്നത് ഓൺലൈൻ ഈസ് ഈക്വൽ ടു റെഗുലർ, അവിടെയാണ് വിഷയം വരുന്നത്. ഡിസ്റ്റൻസ് ഈസ് നോട്ട് ഈക്വൽ ടു റെഗുലർ, ഡിസ്റ്റൻസ് ഈസ് നോട്ട് ഈക്വൽ ടു ഓൺലൈൻ. അതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന
ഒരു ഓപ്ഷനാണ് വരുന്നുള്ളത്. രണ്ടാമത്തെ ശേഷം വാല്യൂ എന്ന് പറയുന്ന കാര്യം ഓൺലൈൻ മെൻഷൻ ചെയ്യുമോ റെഗുലർ മെൻഷൻ ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റെഗുലർ മെൻഷൻ ചെയ്യണം, ഓൺലൈൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ മെൻഷൻ ചെയ്യണം. അവിടെ ഓൺലൈൻ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെഗുലർ കിട്ടാന്ന് പറയുന്നത് ഇത് ശുദ്ധ മണ്ടത്തരാണ്. ആ രീതിയിൽ കുറെ അധികം സ്റ്റുഡൻസ് ഇപ്പൊ പറയുന്നേക്കാം അവർക്കിപ്പോ ഓൺലൈനായിട്ട് പഠിക്കാം, പക്ഷെ സർട്ടിഫിക്കറ്റിൽ റെഗുലർ എന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം എന്ന് പറയാൻ കാരണം വർക്കിംഗ് പ്രൊഫഷണൽ ഈ പറയുന്ന 2 വർഷം ഈ പറയുന്ന ലേണിംഗ് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് അതിനുശേഷം വേറൊരു കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു വിചാരിക്കുക. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കണമല്ലോ. അപ്പൊ ഇവിടെ റെഗുലർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റൂല, കാണിക്കാൻ പറ്റത്തില്ല. ഓൺലൈൻ ആകുമ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ കംപ്ലീഷൻ എന്നുള്ള ഡിഗ്രി കംപ്ലീഷനും കൂടി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് അത് ശരിക്കും ഒരു എഫക്റ്റീവായിട്ട് ബെനിഫിറ്റ്ഫുൾ ആവുന്നുള്ളത്. ഇപ്പൊ റെഗുലർ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നെഗറ്റീവായിട്ടാണ് മാറുന്നുള്ളത്, അല്ലാതെ ഒരു ബെനിഫിറ്റ് ആയിട്ടല്ല മാറുന്നുള്ളത്. വൺസ് അഗൈൻ, അതായത് ഒരാൾ 2 വർഷം പഠിക്കുമ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ 2 വർഷത്തെ എന്തില്ല, അവർക്ക് എക്സ്പീരിയൻസ് പ്രൊജക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എക്സ്പീരിയൻസ് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ബെനിഫിറ്റ് ഫുൾ ആണ് ആവുന്നുള്ളത്. പിന്നെ ഓൺലൈൻ മെൻഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ടോപ്പ് തലങ്ങളിലുള്ള കമ്പനി വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ലേറ്റർ ഒരു ആഫ്റ്റർ 1 ഇയർ ഓർ ആഫ്റ്റർ 2 ഇയർ ഇതൊരു മികച്ച മോഡ് ഓഫ് സ്റ്റഡീസ് ആയിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റഡീസ് മുമ്പോട്ടേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറയുന്ന ഓൺലൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിന് മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച രീതിയിലേക്ക് വരുന്നുണ്ട്, ഇനി കൂടുതൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അതുപോലെ ഇനിയിപ്പോൾ സ്റ്റുഡൻസിന്റെ വേറൊരു കൺസേൺ എന്ന് പറയുന്നത് പ്ലേസ്മെന്റ്സ് ആണ്. ഇപ്പോൾ ആസ് പെർ മൈ നോളജ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ ആണ്, അതെല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, അതായത് എല്ലാ സ്റ്റുഡൻസിനും അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് അവർക്കൊരു പ്ലേസ്മെന്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അതും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്കാണ് കൂടുതലും ഹയറിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലേസ്മെന്റ്സിന്റെ കമ്പാരിസൺ എങ്ങനെയാണ് സാറിന് തോന്നിയിട്ടുള്ളത്? റെഗുലറിൽ ഈ പ്ലേസ്മെന്റ്സിന്റെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ റെഗുലറിൽ ടയർ 1 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈക്വൽ ടു മോർ ദാൻ ബെനിഫിറ്റ് ഫ്രം ഇൻ ഓൺലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം ടയർ 1 ആണ്. IIM, IIT, നിയർ ടു IIT, IIM, ഇപ്പൊ അമിറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, മണിപ്പാൽ ആവട്ടെ, ജെയിൻ ആവട്ടെ, LP ആവട്ടെ, റെഗുലർ പഠിക്കുകയാണെങ്കിൽ അത്രത്തോളം ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും മോർ കിട്ടും. പക്ഷെ അവിടെ ഒരു സാധാരണക്കാരന് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? ഇനി ടയർ 2, ടയർ 3 എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എസ്പെഷ്യലി പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതിനണ്ടറിലുള്ള കോളേജസ്, ഇവിടെ നിന്നും ജോബ് പ്ലേസ്മെന്റ് പോയിട്ട് കമ്പനികൾ പോയിട്ടും അഡ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നില്ല. അപ്പൊ ടയർ 1 പഠിക്കാം. ടയർ 2, ടയർ 3 ഓൺലൈൻ ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് വരിക. ക്ലിയർ ആയോ? കാരണം ടയർ 2, ടയർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 100 വരാത്ത ടോപ്പ് 200 ടോപ്പ് 300 ടോപ്പ് 400 വരുന്ന യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകൾ, അതിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലോ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ്. ക്ലിയർ ആയി? അപ്പൊ അവിടെ ഈ ജോബ് പ്ലേസ്മെന്റ്സിന്റെ ഒരു വിഷയങ്ങൾ വരില്ല. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഓപ്ഷൻസ്, അതായത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നുള്ളത്. പക്ഷെ അതിനനുസരിച്ചിട്ട് അവർ ഏബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഏത് സിലബസ് ആണെങ്കിലും എക്സെപ്റ്റ് IIT, IIM ആൻഡ് ടയർ 1 കോളേജസ് ഓർ ടയർ 1 യൂണിവേഴ്സിറ്റീസ്, അത് കഴിഞ്ഞാൽ ഏത് സംഭവത്തിനും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. MBA എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ഒരു ഡിഗ്നിറ്റി ആയിട്ട് മാത്രം മാറുകയാണ്, അല്ലെങ്കിൽ ഒരു അതർ ഡിഗ്രീസ് അല്ലെങ്കിൽ അതർ PG ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്നിറ്റി ആയിട്ട് മാത്രം മാറുകയാണ്. അല്ലാതെ അവർക്ക് അതുകൊണ്ട് ഒരു ജോബ് ക്രാക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറച്ച് നോളജസ് ഒന്നും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പം പഠിക്കുന്നതോടൊപ്പം സെൽഫായിട്ട് മാക്സിമം എന്ത് ചെയ്യണം, ലേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നടത്തണം. അപ്പം ഇത് മാത്രം എക്സ്പെക്ട് ചെയ്ത് ജോബിന്റെ ഓപ്പർച്യൂണിറ്റി, അതായത് അതിന്റെ ഒരു ഓപ്ഷൻ, ഒരു ഫെസിലിറ്റി ആരൊരുക്കി തരും? യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ഒരുക്കി തരും. അല്ലാതെ ജോബ് നിങ്ങൾക്ക് നേടാതെ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, സ്ട്രാറ്റജിക്കലി ആയിട്ടും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ എക്സാക്ട് ആൻസർ.